ഒരു മുംബൈയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റീത്തയെ നാണം കെടുത്തുന്ന അലീനയെയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, കാണാനായിട്ട് സാധിക്കുക. അതായത് നാളെ കാണാൻ സാധിക്കുന്നത് പൗലോസിൻ്റെയും കൂടാതെ തന്നെ വീട്ടിലുള്ളവരുടെയും ചതി ഓരോന്നായി അലീന പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ഇതേ സമയമാണെങ്കിൽ പൗലോസാണ് മെയിൻ ഇരയാകുന്നത് എന്ന് കാണാം. കാരണം അവരെല്ലാവരും കൂടി തന്നെയാണ് പൈസ മുക്കുന്നത്. പക്ഷേ ഒടുവിൽ വന്നു കഴിയുമ്പോൾ പൗലോസിൻ്റെ തലയിൽ എല്ലാവരും ചേർന്ന് കെട്ടിവെക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഞാൻ മാത്രമല്ല ഇവരും ഉണ്ട് എന്ന് പറയുമ്പോൾ, അതായത് പൗലോസേട്ടാ ഇപ്പോൾ മനസ്സിലായില്ലേ പൗലോസേട്ടനെ എരിപിരി കയറ്റിയവരും പൗലോസേട്ടൻ്റെ ഒപ്പം നിന്നവരും പൗലോസേട്ടനെ ചതിച്ചപ്പോൾ പൗലോസേട്ടന് കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസാണെങ്കിൽ അലീനയുടെ മുൻപിൽ തല കുനിക്കുകയാണ് എന്ന് കാണാൻ കഴിയും. കാരണം അതുവരെ പൗലോസ് വിചാരിച്ചത് തൻ്റെ കൂടെ ഡ്രൈവർ നിൽക്കുമെന്നാണ്. നമ്മുടെ ആൻ്റപ്പൻ നിന്നില്ലെങ്കിലും തൻ്റെ കൂടെ ഡ്രൈവറും മറ്റ് ജോലിക്കാരനും നിൽക്കുമെന്നാണ് പൗലോസ് വിചാരിച്ചത്. പക്ഷേ പൗലോസിൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം അലീന തെറ്റിച്ച് കളയുകയാണ് എന്ന് കാണാം. ഒരു പ്രശ്നം വന്നാൽ ആരും ഉണ്ടാകില്ല എന്നും നിങ്ങൾ മാത്രമേ ഈ വീട്ടിൽ നിന്നും പുറത്താവുകയുള്ളൂ എന്നും അലീന പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സന്ദർഭത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ കഥയിലെ അവസാനം നമുക്ക് കാണാൻ കഴിയുക, സാധനങ്ങൾ മേടിക്കാൻ പലചരക്ക് കടകളിലേക്കും പച്ചക്കറി കടകളിലേക്കും പോകുന്ന ആൻ്റപ്പനെയും പൗലോസിനെയും കൂടാതെ കാർ ഡ്രൈവറെയുമാണ് കാണാനായിട്ട് കഴിയുക. അങ്ങനെ അവർ പോകുന്ന ആ വേളയിൽ അലീനയാണെങ്കിൽ തനിക്ക് ലിസ്റ്റും കാര്യങ്ങളും എന്തൊക്കെ മേടിക്കാൻ പോകുന്നുണ്ടെന്നും ഒന്ന് കാണിച്ചു തരാനായിട്ട് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ പൗലോസാണെങ്കിൽ ഓരോ നുണ പറയുകയും അലീനയെ കബളിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അതൊക്കെ വരുമ്പോൾ നോക്കിയാൽ പോരെ, പോകുമ്പോൾ നോക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം പൗലോസേട്ടൻ്റെ ഇഷ്ടമാതിരി പൗലോസേട്ടൻ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് പോരെ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം പൗലോസാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവുകയാണ് എന്ന് കാണാൻ കഴിയും ബാക്കിയുള്ളവരും. അങ്ങനെ സാധനം വാങ്ങാൻ പോകുന്ന വഴിയിലും ആൻ്റപ്പൻ പൗലോസിനോട് പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാതെ അലീനയുടെ മെക്കട്ടേക്ക് കയറാൻ നിൽക്കണ്ട എന്നും നിനക്ക് പണി കിട്ടുമെന്നും സൂചന കൊടുക്കുന്നുണ്ട് ആൻ്റപ്പൻ. അവൾക്ക് എന്തോ ശക്തിയുണ്ടെന്നും പവറുണ്ടെന്നും ആൻ്റപ്പനോൻ പറഞ്ഞു വെക്കുകയാണ് എന്ന് കാണാം. കേണൽ സാബ് ആ പെൺകൊച്ചിനെ അനുസരിച്ചത് കണ്ടില്ലേ? അതുപോലെ തന്നെ ഇനിയും പലവിധ പരിപാടികളും നടക്കും. നീ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ പൗലോസേ, നീ അവൾ പറഞ്ഞ മാതിരി പുറത്തേക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം, ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് കാണാം. ഇതേ സമയം എൻ്റെ ആൻ്റപ്പൻ ചേട്ടൻ എന്തിൻ്റെയൊക്കെ സൂക്കേടാന്നേ ആ പെണ്ണ് വെറുതെ ഷോ ഇറക്കുന്നത്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നു. കേണൽ സാബ് നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറയുമ്പോൾ അതൊക്കെ നിൻ്റെ തോന്നലാണ് പൗലോസേ. ഒന്നിനും നിൻ്റെ കൂടെ ഇനി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. കൂടാതെ എല്ലാ നിയന്ത്രണവും ആ പെണ്ണിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറയുന്നു. മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ മര്യാദയ്ക്ക് തന്നെ നിനക്ക് കുറേ നാൾ നിൽക്കാൻ കഴിയുമെന്ന് പറയുന്നു.
പണി പോയാൽ പോട്ടെ, ഞാൻ വീട്ടിൽ പോകുമെന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്ന് പൗലോസേ, വെറുതെ വലിയ പണിയൊന്നും ചെയ്യാതെ ഒരുപാട് പൈസ മാസ ശമ്പളമായിട്ട് നിനക്ക് തരുന്നില്ലേ? അപ്പോൾ നീ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ വരികയാണവർ എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ സാധനങ്ങൾ ഒത്തുനോക്കുകയാണ്. ഒത്തുനോക്കുമ്പോഴാണ് അലീനയ്ക്ക് അഴിമതി മനസ്സിലാവുന്നത് എന്ന് കാണാൻ സാധിക്കും. അഴിമതി മനസ്സിലാക്കിയ അലീനയാണെങ്കിൽ അവരോട് ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ, എന്താണ് ഇത് എന്നെല്ലാം. ഇതേ സമയമാണെങ്കിൽ അവരാണെങ്കിൽ പറയാണ്, അത് പിന്നെ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, എഴുതിയിരിക്കുന്നതിൻ്റെ പൈസയല്ലല്ലോ ഈടാക്കിയിരിക്കുന്നത്. കൂടാതെ 10 കിലോ ഒക്കെ എഴുതിയിട്ട് ആകെ 5-6 കിലോക്കേ ഉള്ളൂ. പിടിച്ചു നോക്കിയാൽ മനസ്സിലാവില്ലേ പൗലോസേട്ടാ, ആൻ്റപ്പൻ ചേട്ടാ എന്ന് പറയുമ്പോൾ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ബാങ്കിലെ കാര്യങ്ങൾക്ക് പോയിരിക്കുകയായിരുന്നു. സാധനങ്ങളൊക്കെ മേടിച്ചത് ഇവർ തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ബാങ്കിൽ പോകേണ്ടി വരും, ഈ സമയങ്ങളിലാണ് ഞാൻ പോകാറുള്ളത് എന്ന് ആൻ്റപ്പൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ എന്നാൽ കടയിലേക്ക് പോയിട്ട് അവിടെ പോയി ചോദിക്കാമെന്നേ, എന്തായാലും എൻ്റെ പപ്പയുടെ പൈസയല്ലേ വെറുതെ പോകുന്നത്, അത് പിടികൂടിയിട്ട് തന്നെയല്ലേ കാര്യമുള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. തുടർന്നാണെങ്കിൽ ചോദ്യം ചെയ്യലിലും കാര്യങ്ങളിലും ഭീഷണിയിലുമൊക്കെ അവർ വിരണ്ടുകൊണ്ട് തന്നെ പറയാണ്, അത് ഞങ്ങൾ തന്നെ എടുത്തത്, ഞങ്ങൾ തന്നെ ആ തിരിമറി നടത്തിയത് എന്ന്. ഒടുവിൽ സ്റ്റാലിന് മുൻപിലേക്ക് വിചാരണയ്ക്കായി അവരെ കൊണ്ടുപോവുകയാണെന്ന് കാണാം. ആ സന്ദർഭത്തിലാണ് എല്ലാവരും കൂടി പൗലോസിനെ തള്ളിപ്പറയുന്നത്. ആൻ്റപ്പൻ നിരപരാധിയാണെന്ന് അലീന തിരിച്ചറിയുന്നത് കൊണ്ട് ആൻ്റപ്പനെ മാറ്റി നിർത്തുന്നു. പൗലോസ് ഒറ്റ കുറ്റവാളിയായി മാറുകയാണ് എന്ന് കാണാം. ഒടുവിൽ ഒരുപാട് പൈസ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സ്റ്റാലിൻ തിരിച്ചറിയുകയാണ്. ഇതേ സമയം, നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരുന്നതല്ലേ, പിന്നെ എന്തിനാ പണത്തിനോട് ഇത്ര ആർത്തി എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഞാനല്ല, അത് റീത്ത ചേച്ചി പറഞ്ഞിടത്ത് നിന്നാണ് ഞാൻ മേടിക്കുന്നത് എന്ന് പറയുന്നു. ആര്, റീത്താമ്മയോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇടപാടുണ്ടല്ലേ എന്ന് സ്റ്റാലി ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ റീത്തയ്ക്കെതിരെ തൻ്റെ പണം തട്ടിയെടുത്തതിന് കേസ് കൊടുക്കുന്ന സ്റ്റാലിയും, ഒടുവിൽ റീത്തയെ പോലീസുകാർ സ്റ്റാലിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുകയും, ഒടുവിൽ അലീനയും സ്റ്റാലിനും ചേർന്ന് റീത്താവയെ നാണം കെടുത്തുന്നതും കാണാൻ സാധിക്കുന്നു. അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്.